നമസ്കാരം. ബിസിനസ് പണം പേഴ്സണൽ പണമല്ല. ഇന്ന് ഞാൻ പറയാനും ഓർമ്മിപ്പിക്കാനും വന്ന കാര്യം ഇതാണ്. ഞാൻ മുമ്പ് CJ റോയ് വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമ്മളിൽ പലരും കരുതിയത് റെയ്ഡ് സമ്മർദ്ദമായിരിക്കാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില മാധ്യമ റിപ്പോർട്ടുകളിൽ അദ്ദേഹം മുൻകൂട്ടി തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു. ഡയറി കുറിപ്പുകളിൽ കുടുംബത്തോടും സ്ഥാപനത്തോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരുന്നു എന്നിങ്ങനെ വാർത്തകൾ വരുന്നു. അതേസമയം അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ തീർച്ചയായ കാരണം പ്രഖ്യാപിക്കാനോ ഇവിടെ വരും. എനിക്ക് പറയാനുള്ളത് ഒരു പാഠം മാത്രമാണ്. ഒന്നാമതായിട്ടുള്ളത്, ബിസിനസ് എന്നത് വെറും പണം ഉണ്ടാക്കലല്ല. ബിസിനസ്സിന് പിന്നിൽ പലരുടെയും ജീവിതം കെട്ടിപ്പിടിച്ചിരിക്കും. കസ്റ്റമർ, ജീവനക്കാർ, സപ്ലയർ, പാർട്ട്ണർ, മുൻകൂർ പണം നൽകിയവർ, ഇവരൊക്കെ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ രൂപയ്ക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. രണ്ടാമത്, ലക്ഷറി ലൈഫ് സമം ഹെൽത്ത് ലൈഫ് എന്ന് കരുതരുത്. ലക്ഷറി ലൈഫ് ഒരിക്കലും ഹെൽത്തി ലൈഫ് ആകണമെന്നില്ല. പുറത്തെല്ലാം പെർഫെക്റ്റായി കാണാം, പക്ഷേ അകത്ത് സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, പേടി, ഒറ്റപ്പെടൽ ഇവയൊക്കെ ഒരാൾക്ക് പിടിക്കാം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെയ്ഡ് അഭിനന്ദനം, ഫാബ്രിക്കേറ്റഡ് ഗുഡ്വിൽ. ഇതിൽ വീഴരുത്. ചിലർ പ്രശംസയും ബന്ധവും കാണിച്ച് അടുത്തേക്ക് വരും, പക്ഷെ അവരുടെ ലക്ഷ്യം പലപ്പോഴും സ്വന്തം പ്രയോജനമായിരിക്കും. അതുപയോഗിച്ച് ബിസിനസ് വളർത്തിയാൽ അതൊരു എയർ ബലൂൺ പോലെയാകും. വേഗം ഉയരും, പക്ഷേ ഏത് നിമിഷവും പൊട്ടാം. ഓർഗാനിക് വളർച്ച പതുക്കെയാകും, പക്ഷെ അത് പിടിച്ചു നിൽക്കും. നാലാമത്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഒരു പാഠമുണ്ട്. ഷെയർ മാർക്കറ്റ് ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും കാണുന്നത് മാത്രം വിശ്വസിക്കരുത്. ഡോക്യുമെൻ്റ് ഓഡിറ്റ്, ട്രാൻസ്പെറൻസി ഇവയെല്ലാം നോക്കിയാണ് തീരുമാനിക്കേണ്ടത്. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴിയുണ്ട്, പക്ഷേ ജീവൻ പോയാൽ തിരികെ വരില്ല. അതുകൊണ്ട് ആരെങ്കിലും വലിയ സമ്മർദ്ദത്തിലാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കരുത്. കുടുംബത്തോട് പറയൂ, പ്രൊഫഷണൽ സഹായം തേടൂ, സംസാരിക്കൂ, ജീവിക്കൂ, ഭയപ്പെടരുത്. ഇനി ഒരു കാര്യം കൂടി, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിലെ പളവളപ്പ് കണ്ട് ചാടിയിറങ്ങരുത്. താമരപ്പൂ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നത് നമ്മൾ കാണും, പക്ഷേ അത് വളർന്നത് വെള്ളത്തിനടിയിലാണ്. പല താമരച്ചെടികളും പൂക്കാതെ തന്നെ ഇല്ലാതായിട്ടുണ്ടാകും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബിസിനസ്സിലേക്ക് ചാടരുത്. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു.